മലപ്പുറത്ത് ഭരണം പിടിക്കാൻ പഞ്ചായത്ത് അംഗത്തെ മുന്നണി മാറ്റിയത് പണം നൽകിയെന്ന് തുറന്നു സമ്മതിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്. ഏലക്കുളം പഞ്ചായത്തിലാണ് കൂറുമാറ്റത്തെ ചൊല്ലി വിവാദം. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച അംഗം LDFിനെ പിന്തുണച്ചതോടെയായിരുന്നു ഭരണമാറ്റം. മെമ്പർ മുന്നണി മാറിയത് 20 ലക്ഷം രൂപ നൽകിക്കൊണ്ടെന്നാണ് UDFിന്റെ ആരോപണം. അതെല്ലാം ഉണ്ടാകുമെന്നും സ്വാഭാവികമാണ് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതിക്കുകയായിരുന്നു. ഏലക്കുളം പഞ്ചായത്തിൽ ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് മെമ്പറെ കാശ് കൊടുത്ത് EMSന്റെ നാട്ടിൽ മാറ്റി എന്നുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഒരു മെമ്പറെ ചാടിച്ചിട്ടാണ് ഇവിടെ ഭരണസമിതി അധികാരത്തിൽ വന്നത്. ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. ഉണ്ടാവും. രാഷ്ട്രീയത്തില് മറുപടി വരട്ടെ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് തരാം. ജംഷീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഈ തുറന്നു പറച്ചിൽ ഒരു പ്രസിഡന്റിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. EMSന്റെ ജന്മനാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റു വിശദാംശങ്ങൾ എന്താണ് ജംഷീർ? അജി സൂചിപ്പിച്ചതുപോലെ EMSന്റെ നാടാണ് ഏലംകുളം എന്ന് പറയുന്നത്. അവിടുത്തെ പഞ്ചായത്ത് നമുക്കറിയാം LDFന് വലിയ സ്വാധീനമുള്ള ഇടമായിരുന്നു. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ 8 സീറ്റ് 8 എന്ന നിലയിൽ LDFും UDFും സമം വരികയായിരുന്നു. പിന്നീട് നറുക്കെടുപ്പിലൂടെ UDF പഞ്ചായത്ത് പ്രസിഡന്റായി വരികയും പഞ്ചായത്ത് ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 4 വർഷത്തിന് ശേഷമാണ് LDF അധികാരത്തിൽ വരുന്നത്. അതായത് UDFിന്റെ പിന്തുണയോടുകൂടി ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ 6ാം വാർഡിൽ നിന്നുള്ള രമ്യ എന്ന ഒരു അംഗത്തെ കൂറുമാറ്റിയാണ് പിന്നീട് LDF അവിടെ അധികാരത്തിൽ വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നത്. ഈ കൂറുമാറ്റിയത് പണം നൽകിയാണെന്നുള്ള ആരോപണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശിക ചാനൽ നടത്തിയ ചർച്ചയ്ക്കിടെയാണ് ഒരു UDFിന്റെ അംഗം ഇത്തരത്തിൽ പണം വാങ്ങിയാണ് 20 ലക്ഷം രൂപ വാങ്ങിയാണ് അന്ന് കൂറുമാറ്റം നടത്തിയത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് അതൊക്കെ സ്വാഭാവികമാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, ഈ രാഷ്ട്രീയത്തിൽ അതൊക്കെ സ്വാഭാവികമാണെന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും വരുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് UDF ഈ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വലിയ തരത്തിൽ പ്രചരണം നടത്തുകയാണ്. അതേസമയം തന്നെ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു നൽകുന്ന പ്രതികരണം. അതായത് ഈ ചോദ്യത്തോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചു, അതിന് നൽകിയ ഉത്തരമാണ് ഇതിൻ്റെ ഉത്തരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുകയാണ് എന്നുള്ള ആരോപണമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂറുമാറി എന്ന് പറയുന്ന 6ാം വാർഡ് അംഗം രമ്യയെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, പണം വാങ്ങിയ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. അന്ന് ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമായും മറ്റുമൊക്കെ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ മൂലമാണ് താൻ മാറിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്നത് സംബന്ധിച്ച് തനിക്കറിയില്ല. അങ്ങനെ ഒരു വിശദീകരണം, അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണത്തിന് വേണ്ടി പാർട്ടിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രമ്യ നൽകുന്ന വിശദീകരണം. ഏതായാലും UDF ഇത് വലിയ തരത്തിലുള്ള പ്രചരണമാക്കിയെടുത്തിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രചരണം നടക്കുകയാണ്.